ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. എല്ലാവരുടെയും വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു ഗ്ലാസ് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. 3 മണിക്കൂറോളം കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് 1.5 ഗ്ലാസ്സോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. പച്ച തേങ്ങയായിരിക്കും കുറച്ചുകൂടി നല്ലത്, കാരണം നമുക്കിത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അല്ലെങ്കിൽ മെഷറിംഗ് കപ്പിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ സെയിം ഗ്ലാസ്സിലോ അല്ലെങ്കിൽ കപ്പിലോ അളന്നെടുത്താൽ മതി. ഇനി നമുക്ക് അരിപ്പയിലൂടെ ഇതിൻ്റെ പാലൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ബാക്കി വന്ന തേങ്ങാപ്പീരയിലേക്ക് 1.5 ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം നേരത്തെ അടിച്ചു വെച്ച ആ ഒരു തേങ്ങാപ്പാലിലേക്ക് തന്നെയാണ് അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്നുകൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം വലിയ ഹോളുള്ള അരിപ്പയിലൂടെ അരിച്ചത് കൊണ്ട് നമുക്ക് ചായ അരിക്കുന്ന ഈ ഒരു അരിപ്പയിലേക്ക് അരിച്ചിട്ട് കണ്ടില്ലേ, ഇതുപോലെ കുറച്ചുകൂടി തേങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിന് മധുരത്തിന് നമ്മൾ ശർക്കരയാണ് എടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കുക. 4 അച്ച് വരെ, ചിലർക്ക് നല്ല മധുരമുള്ളവർക്ക് 4 അച്ച് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് അരി അരക്കാൻ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട്, വെള്ളമല്ല തേങ്ങാപ്പാലാണ് എടുത്തത്. പിന്നെ 3 ഏലക്കയുടെ കുരു കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ശർക്കരയൊക്കെ മെൽട്ടായി നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശർക്കര പാനി നമുക്ക് അരിച്ചിട്ട് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരിക്കലും ചൂടോട് കൂടി ചേർത്ത് കൊടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരി ഉണ്ടല്ലോ, പച്ചരി, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം ഉപ്പ് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് കുറച്ച് കട്ടിയുള്ള പാൻ തന്നെ എടുക്കാം. ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് കയ്യിലില്ലെങ്കിൽ കുറച്ച് അടി കട്ടിയുള്ള പാത്രം എടുക്കണം ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ആദ്യം നമുക്ക് ഒരു 5 മിനിറ്റ് സമയമൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കാം. 3 മിനിറ്റ് മുതൽ 5 മിനിറ്റ് വരെ നമുക്ക് മനസ്സിലാവും അത് കുറച്ച് കട്ടിയായിട്ട് വരുന്നത് പോലെ. അപ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, കുറച്ച് കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ കൈ വെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം ഇത് മുഴുവനായിട്ട് കുക്കായിട്ട് വരാൻ ഒരു 22 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചിട്ടും അതുപോലെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചൊക്കെ ചെറിയ സമയത്തിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 22 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് കംപ്ലീറ്റ് ആയിട്ട് കുക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തിയാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ കുറേശ്ശെ ഗീ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടോട്ടൽ 3 ടേബിൾ സ്പൂണോളം ഗീ ആണ് ചേർക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഗീയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയായിട്ടില്ല, കുറച്ചുകൂടി കഴിയുമ്പോൾ പാനിൽ നിന്ന് വിട്ട് വരും. പാനിൽ നിന്ന് വിട്ട് വന്നാലും ഒരു 10 മിനിറ്റ് കൂടി നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നുള്ള എണ്ണയും അതുപോലെ നമ്മൾ ചേർത്ത ഈ ഒരു ഗീയൊക്കെ പുറത്തേക്ക് വന്നിട്ട് അത് നന്നായിട്ട് മൊരിഞ്ഞ് വരിക. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള പാത്രം ഞാനൊരു സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ ക്യാഷ് നട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ ഒരു പൊട്ടുകടല ഇട്ട് കൊടുത്തതായിരുന്നു. പക്ഷെ അവസാനം അതത്ര ഒരു ഭംഗി കിട്ടിയില്ല, ചെറിയൊരു അബദ്ധമായിപ്പോയി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഏകദേശം ഒരു 5 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഇത് റെഡിയാവും. അപ്പോൾ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും, ടേസ്റ്റ് നോക്കിയാൽ മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിൽ അവസാനമായിട്ട് കുറച്ച് ഗീ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാനിലേക്ക് ഒഴിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഏത് പാത്രമായാലും കുഴപ്പമില്ല, സ്റ്റീലിൻ്റെ പ്ലേറ്റോ എന്തായാലും കുഴപ്പമില്ല. ഇതുപോലെ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് വരും.
ഇനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് മുകളിൽ ഇതുപോലെ ഒന്നെങ്കിൽ ലെവൽ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ചൂടൊക്കെ തണുത്തിട്ട് ഇത് നന്നായിട്ട് സെറ്റായിട്ട് വരും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെക്കുമ്പോൾ തന്നെ സെറ്റായിട്ട് കിട്ടിക്കോളൂ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ. ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് തണുത്തിട്ട് ഞാൻ ഈ സൈഡിലൊക്കെ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം എനിക്ക് തോന്നുന്നു ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എണ്ണയില്ലാത്ത നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇങ്ങനെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്